ഹൈമൗലി കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നേരെ കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഇത് കണ്ടില്ലേ, ഇതാ വാഴക്കുറുക്കല, ചീമക്കൊന്ന, കപ്പത്തോല്, പിന്നെ പോട്ടി മിശ്രിതം, ഇതെല്ലാം കൂടിയാണ് ഞാനിപ്പോൾ ഇത് ഇട്ടിട്ട് നടക്കാൻ പോകുന്നു. പിന്നെ ചകിരിത്തോണ്ട് വെക്കണം, ചകിരിത്തോണ്ടും വെക്കുന്നുണ്ട്. അത് ഞാനിവിടെ എടുക്കുന്നത്. ഞാനിനി ഇതെടുക്കട്ടെ, വേഗം എടുക്കട്ടെ. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം പിന്നെ ചകിരിത്തോണ്ട് വെക്കുന്നത്, ചകിരിത്തോണ്ടാണ് വെക്കുന്നത്. കണ്ട, ചകിരിത്തോണ്ട് വെക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം മഴ തീർന്നിട്ടില്ലല്ലോ. മഴ തീർന്ന സമയത്ത് പിന്നെ വെള്ളം ഏച്ചും ഇതിൻ്റെ അകത്ത് വരുമ്പോൾ കെട്ടി നിൽക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പം എല്ലാവരും ഇതേപോലെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അടിയിൽ ചകിരിത്തോണ്ട് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതേപോലെ ചെയ്യുന്നുണ്ടാ, ഇതേപോലെ ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർ ചകിരിത്തോണ്ട് അടിയിൽ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയല്ലേ. ഞാൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്, അതൊരു സന്തോഷം തന്നെയാണ്. ഇതൊന്നും ആർക്കും അറിയില്ല. ഇതെല്ലാം ഇപ്പം ഞാൻ കാണിച്ചു കൊടുത്തതിന് ശേഷം ആൾക്കാർ ചെയ്യുന്നതാണ്. മറ്റിങ്ങനെയൊന്നും ചെയ്യലില്ല ആരും. ഞാനീ എന്തെല്ലോ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നതുകൊണ്ട് ആൾക്കാർ ഇപ്പം എല്ലാം പരീക്ഷിച്ച് നോക്കുന്നുണ്ട് ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ. അതന്നെ, വേറൊന്നല്ല. ഇതിൻ്റെ അകത്ത് വാഴക്കുറുക്കല വെച്ച് അതിൻ്റെ മേലെ ഈ വാഴക്കുറുക്കല നല്ല വളവും കൂടിയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇത് അമിഞ്ഞ് നല്ല ശരിക്കും ഇതിനെ പോലെ വളമായി കിട്ടും. പിന്നെ നമുക്ക് കുറച്ച് പ്രോട്ടീൻ മിശ്രിതം കുറഞ്ഞ് കിട്ടുമല്ലോ. പിന്നെ ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് ഈ കപ്പത്തോല് അതും കൂടി ഇടുന്നുണ്ട്. ഈ കപ്പ കൊണ്ടുവന്നിട്ട് തോല് പൊളിച്ചിട്ട് തോലാന്നത് അത്. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കൊട്ടും തണ്ടും അതെല്ലാം ഉണ്ടാവും. അതെല്ലാം കൂടി അത് വാരി ഇടുന്നത് കണ്ട, ഇതേപോലെ എല്ലാം വാരി, അതെല്ലാം കൂടി അതിൻ്റെ കൂട്ടിൽ ചീഞ്ഞോളും. അതിനാണ് അതങ്ങനെ വാരിയിടുന്നത്. എന്നാൽ നമുക്ക് കുറച്ച് പ്രോട്ടീൻ മിശ്രിതം കുറയല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ വെറും മണ്ണില്ല കൃഷിയാണ് ചെയ്യുന്നത്. ആരും വിചാരിക്കേണ്ട ഞാൻ മണ്ണില്ല കൃഷിയാണ് മുഴുവനും ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ അതാ ഞാനിപ്പം ഇതിങ്ങനെ ചെയ്യുന്നത്. എനിക്ക് ഇത് ചെയ്തിട്ട് നല്ല വിജയമുണ്ട്. പക്ഷെ ചകിരിച്ചോറിൻ്റെ വിഷമമെല്ലാം പാട് പൈസ കൂടിയിട്ടുണ്ട്, വില പാട് കൂടിയിട്ടുണ്ട്. അതെല്ലാം വാങ്ങാനെല്ലാം വലിയ പാട് വരുന്നു. പൈസ വേണ്ടേ, ഒരുപാട് കോഴിവളമില്ല. കോഴിവളമെല്ലാം വാങ്ങണമെങ്കിൽ ഒരുപാട് പൈസ വേണം. നമുക്കിപ്പം ഇഷ്ടംപോലെ ചെയ്യണമെങ്കിൽ ഒരുപാട് കൊണ്ടുവച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. നമുക്കതിപ്പോൾ ആവില്ലല്ലോ, അതിപ്പോൾ ഇല്ലാണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ വേണ്ട ഇതെല്ലാം ഞാൻ വാരി നടക്കുന്നത്. മറ്റ് ചകിരിച്ചോറുണ്ടെങ്കിൽ വെറും ചകിരിച്ചോറിൽ മാത്രം നട്ടാൽ മതി, കുറച്ച് തോല് കൂട്ടാൽ മതി. പക്ഷെ ഞാൻ എല്ലാം ചെയ്യുന്നത് വളമാണല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇത് വലിയ പാടാണ്. ഇതെല്ലാം അടുപ്പിച്ച് കൊണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. ഇതെല്ലാം അടുപ്പിച്ച് ആക്കി എത്തുമ്പോഴേക്ക് നടാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. നടക്കാൻ തന്നെ കഴിയുന്നില്ല. അതുകൊണ്ട് എന്നാലും നമുക്കിത് നട്ട് ശീലമായി പോയില്ലേ, അതുകൊണ്ട് ഒരാളെയും മനാശക്ക് നിൽക്കാൻ കഴിയില്ലെന്ന് വെച്ചിട്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന പണി നമ്മൾ എടുത്താൽ ഒരു സന്തോഷം, മനസ്സന്തോഷം കയ്യിലേക്കും കിട്ടും. എണീക്കാൻ കഴിയാൻ തോന്നിയാലും ഞാനൊക്കെ ഈ കൃഷീൻ്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് കയറുന്നവരെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇത് നട്ടു കൊടുക്കട്ടെ. എടാ, ഒരു 3-4 കുരു വെച്ച് നടാം. ഉണ്ടാ, ഒരു പാക്കറ്റ് കുരുവാണ് വാങ്ങിയിട്ടുള്ളത്. അത് പിന്നെ 3 2 നട്ടു വെച്ചു. 2 നട്ടു. ഇനിയിപ്പം 3 കൂടി നടാനുണ്ട്. അതാണ്, അതിപ്പോൾ ഇതിൽ ആക്കി പൊടിച്ച് കിട്ടണ്ടേ, എല്ലാം പൊടിച്ച് കിട്ടണ്ടേ. നമ്മളിപ്പോൾ പൊടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റ തണ്ടേ വേണ്ടു. നല്ലപോലെ അതിന് വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് വന്നോളൂ. ഒറ്റൊരു ചോട് മാത്രമേ വേണ്ടു. ഉണ്ടല്ലേ, ഇതവിടെ വെച്ചിട്ട് ഇനിയിപ്പം ഇതിനകത്ത് വെക്കട്ടെ. 3 ഇപ്പോൾ ആക്കുന്നത്. ചകിരിത്തോണ്ട് ഇഷ്ടംപോലെ ഉണ്ട്, അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. ചകിരിത്തോണ്ട് ഇഷ്ടംപോലെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ വിഷമവുമില്ല. ഇതുണ്ടല്ലേ, എനിക്ക് വേഗം നിങ്ങൾ വിചാരിച്ച പോലെ എടുക്കാനോ നടക്കാനോ പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ക്ഷമിക്കണം. എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് തരിക. നിങ്ങൾ വീഡിയോ കാണാതിരുന്നാൽ എനിക്കിത് ഇടാനും മടിയാകുന്നു. ഒരുപാട് ചിലവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ അതിനാരും ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും നിങ്ങൾ എന്നോട് ഇഷ്ടമുണ്ടെന്ന് പറയുന്ന ആൾക്കാരല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ളവരങ്ങനെ ഒരു വീഡിയോ കണ്ടു തരില്ലേ, അതുപോലും ചെയ്യുന്നില്ല.
ഒരു ലോങ് വീഡിയോ ഒരു ദിവസം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. നിങ്ങൾ അതിന് പൈസ ഒന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ അത് എനിക്ക് വലിയൊരു കാര്യമാവും. ഞാനിപ്പോൾ ആദ്യം ചകിരി വെച്ചു, കുറച്ച് കപ്പത്തോലിട്ടു. ഇനിയിപ്പോൾ സീമക്കൊന്നി പിന്നെ അതിൻ്റെ മേലെ ഇത് വെച്ചു, വാഴത്തട വെച്ചു. അല്ല, വാഴക്കൂർക്കല, വാഴത്തടയല്ല. പറയുമ്പോൾ എല്ലാം മാറിപ്പോകുന്നു. എല്ലാവരും ക്ഷമിക്കണേ, എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം ക്ഷമിച്ചേക്കണേ. എനിക്ക് അത്രേ ആവുന്നില്ലോ. ഇനിയിപ്പം നിർത്തിയേക്കാന്ന് തന്നെ വിചാരിക്കലാന്ന്, എനിക്ക് കഴിയുന്നില്ല. എന്നുവെച്ചാൽ പിന്നെ എന്നാ വേണ്ട നിർത്തിയാൽ ഞാൻ അതിനെക്കാട്ടിയും വിഷമത്തിലാവും. നിർത്താന്ന് വിചാരിച്ചാൽ അതിനെക്കാട്ടിയും വിഷമത്തിലാവും എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ നിർത്താണ്ട് ഇങ്ങനെ ഒപ്പിച്ചു പോകുന്നത്. കണ്ടില്ലേ? ഇതിൻ്റെ അകത്ത് ചകിരിത്തൊണ്ടിട്ടു, കപ്പത്തോലിട്ടു, പിന്നെ വാഴക്കൂർക്കലിട്ടു. എന്നതിന് ശേഷം സീമക്കൊന്നിയിട്ടു. അതിന് ശേഷമാണ് ഞാൻ ഇത് ഇടുന്നത്. ഇങ്ങനെയാണ് ഞാൻ എല്ലാം നടുന്നത്. ഇതേപോലെ ഞാൻ നടല്. എന്നുവെച്ചാൽ സീമക്കൊന്ന മേലെ ഇട്ട് കഴിഞ്ഞാൽ അണുക്കളൊന്നും മേലോട്ട് കയറൂല. താഴെ ഉണ്ടാകുന്ന എല്ലാറ്റിലുള്ള അണുക്കളെല്ലാം, അതാണ് ഞാൻ സീമക്കൊന്ന മേലെ ഇടുന്നത്. സീമക്കൊന്ന അടിയിലിട്ടാൽ വേറെ ഒന്നും ഇല്ലെങ്കിൽ സീമക്കൊന്ന അടിയിലിടാ. ഇത് വേറെ എന്തെല്ലോ താഴെ ഇടുന്നല്ലേ, അതിൻ്റെ അണുക്കളെല്ലാം മേലെ കയറേണ്ട വെച്ചാൽ അതിൻ്റെ മണം ഉണ്ടായാൽ അണുക്കൾ മേലോട്ട് കയറൂല. അതാണ്. ഉണ്ടല്ലേ? ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് നട്ടെ. ഇനി ഒന്നും കൂടി നടാനുണ്ട്. ഇനി ഞാൻ നട്ടിട്ട് കാണിച്ചു തരാം. ഇത് ഞാനിപ്പോൾ ഇനി ഇതും കൂടി നടാനുണ്ട്. അത് ഞാൻ നട്ട് തരാം. കണ്ട, ഇത്രയേ ഉള്ളൂ. ഇനി 4 കുരും കൂടിയേ നടാനുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ആക്കി റെഡിയാക്കി വെച്ചു. ഇതിപ്പോൾ നടുന്നത് കാണണ്ടേ? ഇതാ ഇങ്ങനെ ഞാൻ നട്ടു. 4 എണ്ണം കൂടി ഇങ്ങനെ നട്ടിട്ടാകുമ്പോൾ പൊടിച്ച് വന്നിട്ട് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അന്നേരം പറിച്ച് വേറെ ബാഗിലാക്കിയിട്ട് നടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ നടുന്നത്. എല്ലാം പൊടിച്ച് ക്ലിയർ ആയിക്കട്ടെ. ചില സമയം മഴക്കാലല്ലേ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നടുന്നത്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് തരുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. എല്ലാം ഹൈപ്പൊന്നും അടിക്കുന്നേ ഇല്ല ഇപ്പോൾ ആർക്കും, അങ്ങനെ ഒരു ഇതേ ഇല്ല. ഇതാണ് ഞാനിപ്പം ഇത് കണ്ടില്ലേ? ഈ 5 എണ്ണത്തിലാണ് ഇപ്പം നട്ടത്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സബ് ചെയ്യാത്തവരെ സബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. സ്കിപ്പ് ചെയ്ത് കാണില്ല. 3/4 ഭാഗം ആൾക്കാരും സ്കിപ്പ് ചെയ്ത് കാണുന്നവരാണ്. ഞാൻ അതിൻ്റെ അകത്ത് നോക്കി ചെറിയ ആൾക്കാർ മാത്രമേ സ്കിപ്പ് ചെയ്ത് കാണാത്തുള്ളൂ. 100 ആൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ 75 ആളും സ്കിപ്പ് ചെയ്യുന്നവർ.